മമ്മൂക്കായുടെ ജൂനിയറായിട്ടുള്ള വേഷം ഞാനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പം ഇവർ പണി മുടക്കി. രാവിലെ തന്നെ പറഞ്ഞിരുന്നത് ഞാൻ രാവിലെ തന്നെ മാറും. അപ്പോൾ ഞാൻ കുറേ ഫ്രെയിമിനകത്തൊക്കെ ഞാൻ വരുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലിൻ്റെയും ഒന്നിച്ച് ഉള്ള ഒരു സിനിമ, അത് കോട്ടയത്തെ ആണ് ഷൂട്ടിങ്. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവെന്ന് പറയും. PG വിശ്വംഭരനാണ് സംവിധാനം. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ആളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ ആണ് ഞാൻ ആ സിനിമയിൽ ലൊക്കേഷനിൽ ചെന്ന് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിൽ മമ്മൂക്ക ഒരു വക്കീലിൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത്. അപ്പം മമ്മൂക്കയുടെ ജൂനിയറായിട്ടൊരു വക്കീലിൻ്റെ വേഷമാണ് എനിക്ക് തന്നിരുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരാളുടെ ഒരു വക്കീലിൻ്റെ യൂണിഫോമൊക്കെ വാങ്ങിച്ചു. എനിക്ക് തരാനായിട്ട് കോസ്റ്റ്യൂം അവരുടെ കയ്യിലില്ലായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഷൂട്ടിംഗ് കോട്ടയത്ത് തന്നെ, കോട്ടയം കളക്ടറേറ്റിലെ ഒരു കോടതി ഹാളിനകത്തായിരുന്നു. ഒരു ഞായറാഴ്ചയാണ് ഷൂട്ടിങ് ചെയ്യുന്നു. ഉച്ച വരെ കുഴപ്പമില്ലാതൊക്കെ ഷൂട്ടിങ്ങൊക്കെ പോയി. ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ മമ്മൂക്കായെ അസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഞാൻ ചില കടലാസുകൾ എടുത്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, ഡയലോഗുകളൊന്നുമില്ല, കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം. അങ്ങനെ വന്നപ്പം ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ഫില്ലിങ്ങിന് വേണ്ടി അഭിനയിച്ചിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ കോട്ടയം ബാറിലെ വക്കീലന്മാർ തന്നെയാണ്. അപ്പം മമ്മൂക്കായുടെ ജൂനിയറായിട്ടുള്ള വേഷം ഞാനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പം ഇവർ പണി മുടക്കി. ഒരു പണി മുടക്കി. കാര്യം ആ സീനിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വക്കീലന്മാരാണ്. മമ്മൂക്ക പ്രൊഫഷണലി പുള്ളി അഡ്വക്കേറ്റാണ്. ബാക്കി അറ്റ്മോസ്ഫിയർ ഫില്ലേഴ്സ് മുഴുവനും അവരും വക്കീലന്മാരാണ്. അപ്പോൾ അവർക്ക് ആർക്കും മമ്മൂട്ടിയുടെ അസിസ്റ്റൻ്റായിട്ടൊരു ക്യാരക്ടർ കൊടുത്തില്ല. അന്ന് PG വിശ്വംഭരൻ സാറിൻ്റെ അസോസിയേറ്റ് സുരേഷ് ബാബുവാണ്. സുരേഷ് ബാബു എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, സുഹൃത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുണ്ടെങ്കിൽ അവരിരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ട് പോകുന്ന കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഒരു റേഷൻ കടയുണ്ട് അവിടെ. ഞാൻ ഇടയ്ക്ക് റേഷൻ കട അസിസ്റ്റൻ്റായിട്ട് പോയിരിക്കാറുണ്ട്. ഈ പറയുന്ന വക്കീലന്മാർ നല്ല ശതമാനം ആളുകൾ റേഷൻ മേടിക്കുന്ന ആ റേഷൻ കടയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ റേഷൻ കടക്കാരൻ വക്കീലായിട്ട് അഭിനയിക്കുന്ന സീനിനകത്ത് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. സുരേഷ് ബാബു എന്നോട് ഒന്നിച്ചിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കാരണം ഷൂട്ടിങ് മുടങ്ങണ്ട. ഞാൻ കാരണം ഉച്ചവരെയുള്ള ഷൂട്ട് ചെയ്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു രാവിലെ തന്നെ പറഞ്ഞിരുന്നത് ഞാൻ രാവിലെ തന്നെ മാറും. അപ്പോൾ ഞാൻ കുറേ ഫ്രെയിമിനകത്തൊക്കെ ഞാൻ വരുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഒരു വേദനയൊക്കെ തോന്നിയായിരുന്നു. കിട്ടുന്നൊരു വേഷമാണ്. പിന്നെ അത് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലസ്സിയുടെ സിനിമയിൽ, കാഴ്ച സിനിമയിൽ ഞങ്ങളൊന്നിച്ച് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും ലൊക്കേഷനിൽ ഞങ്ങൾ ഉണ്ടാകുകയും പരിചയപ്പെടുകയും കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്ലസ്സിയുടെ തന്നെ പളുങ്ക് എന്ന സിനിമയിൽ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ വന്നു. പിന്നീട് രഞ്ജി ചേട്ടൻ്റെ സിനിമ കടൽ കടന്നൊരു മാത്തുക്കുട്ടി, കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളൊന്നിച്ച് സീനുണ്ടായിരുന്നു. 2-3 സീനുണ്ടായിരുന്നു അതിൽ. അത് സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞ്, എടാ നിൻ്റെ വര തെളിഞ്ഞടാ എന്ന് പറഞ്ഞു. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല കോമ്പിനേഷനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് വെരിക്കോസ് അൾസർ ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ അതൊക്കെ കടിച്ചു പിടിച്ചാണ് ഈ ഒരു വേഷം ചെയ്തിട്ട് നാട്ടിൽ വന്ന് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്. ആ സമയത്തൊരു 2 മലയാള സിനിമയും ഒരു തമിഴ് സിനിമയും എനിക്ക് വന്നതാണ്. അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് നസീർ സാർ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് തലവരാൻ, അതായത് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല, ഭാഗ്യവും കൂടി ഉണ്ടെങ്കിലേ സിനിമയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ.